അങ്ങനെ നമ്മുടെ കൊല്ലം ജില്ലയിലെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ലാലേട്ടന്റെ ആദ്യത്തെ കൊല്ലം ജില്ലയിലെ തിയേറ്റർ ആണ് കേട്ടോ. ആശീർവാദ് സിനിമാസിന്റെ ആദ്യത്തെ തിയേറ്റർ ആണ് കൊല്ലം ജില്ലയിലെ. അപ്പോൾ ഈ തിയേറ്ററിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കൂടെ അറിയണമല്ലോ. യെസ്. അപ്പോൾ ഈ ഒരു തിയേറ്റർ മാത്രമല്ല കൊല്ലം ജില്ലയിൽ ഓപ്പൺ ആയിട്ട് പോകുന്നത്, അതിന്റെ കൂടെ തന്നെ ഒരു മാളും കൂടെ, ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാൾ കൂടിയാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഓപ്പൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കൊല്ലം കൊട്ടിയത്തെ ഡ്രീംസ് മാൾ. അപ്പൊ ഈ ഒരു ഡ്രീംസ് മാളിലാണ് നമ്മുടെ ലാലേട്ടന്റെ ആശീർവാദ് സിനിപ്ലക്സ് ഡേ ഓപ്പൺ ആകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഫൈനൽ അപ്ഡേറ്റ് ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ അല്ല കേട്ടോ, ഇതൊരു സെക്കൻഡ് ലാസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇനി ചിലപ്പോൾ ഒരു അപ്ഡേറ്റും കൂടെ വരാനായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ തിയേറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഈ ഒരു തിയേറ്ററിന്റെ അവസ്ഥ എന്താണ്, അതായത് ഈ തിയേറ്ററിൽ എത്ര സ്ക്രീൻ ഉണ്ട്, അതുപോലെ ആ സ്ക്രീനിന്റെ ഒക്കെ സ്പെക്ക് എന്താണ്, അതുപോലെ ഇപ്പൊ എന്താണ് തിയേറ്ററിന്റെ ഒരു അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വർക്കിംഗ് സ്റ്റിൽസ് കൂടെ, ആ ഒരു തിയേറ്റർ സ്ക്രീനൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് അറിയണമല്ലോ. ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയുടെ കാണാണ്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അക്കാര്യത്തിനും ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പറയാം. അപ്പോ ഈ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടന്റെ കേരളത്തിലെ 8ാമത്തെ തിയേറ്റർ ആണ് കേട്ടോ. അപ്പൊ ഇതുവരെ നമ്മുടെ ആശീർവാദ് സിനിപ്ലക്സിന്റെ 7 തിയേറ്ററുകളാണ് നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലായിട്ടുള്ളത്. 7 തിയേറ്ററുകളിലായിട്ട് മൊത്തം 24 സ്ക്രീനാണ് നമ്മുടെ ആശീർവാദ് സിനിമാസിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഡ്രീംസ് മാളിൽ എത്ര സ്ക്രീൻ ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു 24ന്റെ കൂടെ ഒരു 3 സ്ക്രീൻ കൂടെ ആഡായിട്ട് മൊത്തം 27 സ്ക്രീനായിട്ട് മാറുവാണ് കേട്ടോ. അപ്പൊ ഇത് 8ാമത്തെ തിയേറ്റർ. അപ്പോൾ ഈ 3 സ്ക്രീനിന്റെ സ്പെക്ക് നോക്കുവാണെങ്കിൽ, നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 സ്ക്രീനിൽ ഡോൾബി അറ്റ്മോസ് വരും, ഒരു സ്ക്രീനിൽ ഡോൾബി 7.1 വരും എന്നാണ് നമ്മൾ അന്ന് പറഞ്ഞത്. യെസ്, അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ 1ന്റെ കാര്യം പറയുവാണെങ്കിൽ 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി 7.1 അല്ല, ഡോൾബി അറ്റ്മോസ് തന്നെയാണ്. അപ്പം സ്ക്രീൻ 1ന്റെ സ്പെക്ക് അതിഗംഭീരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊട്ടിയത്തിന്റെ കാര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പ്രദേശത്ത് ഒരു നല്ല തിയേറ്റർ ഇല്ല എന്നുള്ളത് ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ മറ്റേ ശ്രീനാരായണ പോളിടെക്നിക് കോളേജിന്റെ കാര്യമൊക്കെ പറഞ്ഞതല്ലോ. അപ്പോൾ അവിടെ ഉള്ള പിള്ളേരെല്ലാം ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വന്ന് പിള്ളേരെ സിനിമ കണ്ടല്ലേ, ക്ലാസ് ഉള്ള ദിവസമല്ല, ക്ലാസ് ഇല്ലാത്ത ദിവസം, സ്ട്രൈക്ക് ഡേ ഒക്കെ വരുന്ന ദിവസമൊക്കെ വന്ന് കാണാമല്ലോ. അപ്പം അവര് കാണാൻ പോകുന്ന ആ ഒരു തിയേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ഏറ്റവും ഗംഭീരമായ സ്പെക്കിൽ തന്നെയാണ് ആ ഒരു സ്ക്രീൻ 1 ഇരുന്ന് സിനിമ കാണുന്നത്. അപ്പോൾ 4K RGB ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻ 2ന്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ 2K പ്രൊജക്ഷൻ ആണോ? അല്ല കേട്ടോ, അവിടെയും 4K പ്രൊജക്ഷൻ തന്നെയാണ്. അവിടെയും 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസ് തന്നെയാണ് നമ്മുടെ ആശീർവാദ് സിനിമാസ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്ക്രീൻ 3യുടെ കാര്യം പറയുവാണെങ്കിൽ താരതമ്യേന ചെറിയൊരു സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 2K പ്രൊജക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾബി 7.1 തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൂവാറ്റുപുഴയിൽ ഓപ്പൺ ചെയ്ത തിയേറ്ററിന്റെ കാര്യം വെച്ച് നോക്കുന്ന സമയത്തും അവിടെയും 4K പ്രൊജക്ഷൻ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ സ്പെക്കിന്റെ കാര്യത്തിൽ ആശീർവാദ് ഇങ്ങനെ കട്ടയ്ക്ക് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് ആശീർവാദ് സിനിമാസിന്റെ പോയിട്ട് സിനിമ കാണുന്ന ആൾക്കാർ എന്നെ ഇപ്പം ഇരുന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. കാര്യം അവിടെ മൊത്തം 2K ആയി പോയി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ടൗണിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറക്കുന്ന എല്ലാ തിയേറ്ററുകളിലൊക്കെ 4K പ്രൊജക്ഷൻ തന്നെയാണ്. അവിടെയും വേണമെങ്കിൽ അവർക്ക് മാറ്റാവുന്ന കാര്യമുള്ളൂ കേട്ടോ, മാറ്റുമായിരിക്കും. അപ്പൊ ഇനി നമ്മുടെ സ്ക്രീനിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്പീക്കേഴ്സ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്പീക്കേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അവിടെ ഡോൾബിയുടെയും അതുപോലെ തന്നെ SLS-ന്റെ ഒക്കെ ഒരു വലിയ ബോക്സുകൾ കുറെ ഇങ്ങനെ അടുക്കി നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ യെസ്, ഓഫ് കോഴ്സ് അതേ ബ്രാൻഡിന്റെ സ്പീക്കേഴ്സ് തന്നെയാണ് നമ്മുടെ ഡോൾബിയുടെ അതുപോലെ തന്നെ SLS-ന്റെ സ്പീക്കേഴ്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഈ ഒരു സ്ക്രീനിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ സ്ക്രീൻ ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഫോട്ടോസും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം സ്ക്രീൻ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. സ്പീക്കേഴ്സ് മൊത്തം ഏതാണ്ട് ഓൾമോസ്റ്റ് അസംബിൾ ചെയ്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഡേറ്റ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ ഒരു ഫൈനൽ കൺഫർമേഷൻ അല്ല. അപ്പോൾ ഫെബ്രുവരി 9-ാം തീയതിയാണ് നമ്മുടെ ലാൽസറാം എന്ന് പറഞ്ഞ സിനിമ റിലീസ്. അറിയാം, നമ്മുടെ ഐശ്വര്യ രജനീകാന്തിന്റെ മോള് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ രജനീകാന്ത് അതിനകത്തൊരു ക്യാമിയോ റോളിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ റിലീസ് ആകുന്നതോട് കൂടിയിട്ട്, അതായത് ഫെബ്രുവരി 9-ാം തീയതി തിയേറ്റർ തുറക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. എനിക്ക് അങ്ങനെയാണ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 9-ന് തന്നെ നമുക്ക് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. അപ്പോൾ വർക്ക് എന്തായാലും ഇനി അങ്ങോട്ടൊരു 4 ദിവസം കൊണ്ട് തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ സ്ക്രീനും കൂടെ പ്ലേസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫെബ്രുവരി മാസം തന്നെ, ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് തന്നെ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ ഓപ്പണിംഗ്
പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ലാലേട്ടന്റെ തിയേറ്റർ നമ്മുടെ കൊല്ലം ജില്ലയിലും വന്നിരിക്കുകയാണ്. അപ്പോ കൊട്ടിയത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ആ ഒരു തിയേറ്റർ ദാരിദ്ര്യം ഇതോട് കൂടിയിട്ട് അങ്ങോട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ വന്നത് എന്തായാലും ഒരു ഗംഭീര തിയേറ്റർ തന്നെയാണ്. അത് നമ്മുടെ ലാലേട്ടൻ ആണല്ലോ. ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ അന്നി പെരുമ്പാവൂർ തിയേറ്ററാണ് നമ്മുടെ ആശീർവാദ് സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കുള്ള ഓർഡർ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അന്നി പെരുമ്പാവൂർ തന്നെയാണ്. മിക്കവാറും അദ്ദേഹം ഇനാഗുറേഷൻ ഡേയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ലാലേട്ടനും കൂടെ വന്നായിരുന്നെങ്കിൽ പൊളിച്ചേനെ. യെസ്, അപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ. അപ്പോൾ അതുവരേക്കും ബൈ.